നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാന് ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചടി നൽകുമ്പോൾ പാകിസ്ഥാനിലെ ആഭ്യന്തരം തകരുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് പാകിസ്ഥാൻ സർക്കാർ. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂരിലേക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യയുടെ ടാർഗറ്റിൽ ഇരിക്കുന്നത് 29 ഭീകര കേന്ദ്രങ്ങളാണ്. ഇന്ത്യയിൽ നിന്നും അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ അകത്തു നിന്നും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഓരോ ആക്രമണം നടത്തുന്നുണ്ട്. അതും പാകിസ്ഥാൻ സൈന്യത്തെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം ഉണ്ടാകുന്നത്. നിലവിൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയുടെ തലസ്ഥാനമാണ് ലാഹോർ നഗരം. കഴിഞ്ഞ ദിവസം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂരിലൂടെ തകർത്ത 2 ഭീകര പരിശീലന കേന്ദ്രങ്ങൾ പഞ്ചാബ് പ്രവിശ്യയിലായിരുന്നു. ഇതിനു പിന്നാലെയാണ് നഗരമധ്യത്തിൽ സ്ഫോടനം നടന്നതായുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ലാഹോറിൽ ഇന്ത്യക്കെതിരെ വൻ സൈനിക പടയൊരുക്കം നടക്കുന്നതായും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനിടെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ പാക് സൈനികർക്കെതിരെ ആക്രമണവുമായി ബലൂച്ച് ലിബറേഷൻ ആർമി 14 പാക് സൈനികരാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുമായി നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. ഇന്ത്യയുമായി കിഴക്കൻ അതിർത്തിയിൽ സംഘർഷം തുടരുന്നതിനിടെയാണ് ബലൂചിസ്ഥാനിലെ തന്നെ ആഭ്യന്തര സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. ഷഹബാസ് ഷെരീഫ് ഭരണകൂടത്തിന് ഇത് വലിയൊരു തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. കാരണം ഇന്ത്യയിൽ നിന്നും ശക്തമായ ഒരു ആക്രമണം പാകിസ്ഥാൻ വിചാരിക്കാത്ത സമയത്ത് തന്നെ ഒരു ആക്രമണം പാകിസ്ഥാനിലേക്ക് ഉണ്ടാകുന്നു. ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചടിക്കുന്നു. അവിടെ ഇന്ത്യയെ തടയാനായിട്ട് നിൽക്കുമ്പോൾ ഇന്ത്യയിൽ ആക്രമണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഏതൊക്കെ വഴിയിൽ കൂടി അതിനൊരു തടസ്സം നിൽക്കാം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ അതിനൊരു ആക്രമണത്തിൽ തടയിടാൻ വേണ്ടി നോക്കുമ്പോഴാണ് പാകിസ്ഥാന്റെ അകത്ത് തന്നെ BLA കയറി പാക് സൈനികരെ തന്നെ നിഷ്ഠൂരം വധിക്കുന്നത്. ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ബൊളാനിലും കെച്ചിലും നടന്ന 2 വ്യത്യസ്ത ആക്രമണങ്ങളിലാണ് പാക് സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ സ്പെഷ്യൽ ടാർഗറ്റിൽ ഓപ്പറേഷൻ സ്ക്വാഡാണ് ബൊലാനിൽ വെച്ച് നിയന്ത്രിത IED സ്ഫോടനത്തിലൂടെ പാക് സൈനികരെ വധിച്ചത്. സ്ഫോടനത്തിൽ സൈനിക വാഹനം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ബൊലാൽമാച്ചിലെ ഷോർഖണ്ഡ് പ്രദേശത്തായിരുന്നു ആദ്യ ആക്രമണം നടന്നത്. പാകിസ്ഥാൻ സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ സ്പെഷ്യൽ ടാക്ടിക്കൽ ഓപ്പറേഷൻ സ്ക്വാഡാണ് റിമോട്ട് കൺട്രോൾ IED ഉപയോഗിച്ച് ആക്രമണം നടത്തിയത്. സ്ഫോടനത്തിൽ സ്പെഷ്യൽ ഓപ്പറേഷൻ കമാൻഡർ താരിഖ് ഇമ്രാൻ, സുബേദാർ ഉമർ ഫാറൂഖ് എന്നിവർ ഉൾപ്പെടെ വാഹനത്തിലുണ്ടായിരുന്നു. 12 സൈനികരും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സ്ഫോടനത്തിൽ സൈനിക വാഹനം പൂർണ്ണമായും തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം BLA ഏറ്റെടുത്തിട്ടുണ്ട്. ആക്രമണത്തിൽ തകർന്ന വാഹനം പെട്രോളിംഗ് ഡ്യൂട്ടിയിലായിരുന്നു. പ്രദേശത്ത് നിലവിലുള്ള തീവ്രവാദികളെ ഇല്ലാതാക്കുന്നതിനായി സൈന്യം ശക്തമായ നടപടിയാണ് സ്വീകരിക്കുന്നത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ പാകിസ്ഥാനിൽ നിന്നും തുടച്ചു നീക്കാനായിട്ട് പാക് ആർമി ഒരു തയ്യാറെടുക്കുമ്പോഴാണ് ബലൂചിസ്ഥാൻ ശക്തമായിട്ട് തന്നെ പാകിസ്ഥാൻ ആർമിയെ അറ്റാക്ക് ചെയ്ത് തകർക്കുന്നത്. അത് തന്നെ പാകിസ്ഥാൻ ആർമിക്കും പാകിസ്ഥാൻ സർക്കാരിനും വലിയൊരു തിരിച്ചടി തന്നെ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ നടന്ന 2 വ്യത്യസ്ത സംഭവങ്ങളിലായി പാകിസ്ഥാൻ സുരക്ഷാ സേന 10 തീവ്രവാദികളെ കൊലപ്പെടുത്തിയതായാണ് അധികൃതർ പറയുന്നത്. പ്രവിശ്യയിലെ തീവ്രവാദ ഘടകങ്ങൾക്കെതിരെ പുതിയതായി നടത്തിയ ആക്രമണത്തിനിടെ കെച്ച്, CRF ജില്ലകളിലാണ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടത്. പാകിസ്ഥാൻ സൈനികരെയും സുരക്ഷാ സേനയെയും ലക്ഷ്യമിട്ട് മുമ്പ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇത്തരം ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. മാർച്ചിൽ കൊറ്റയിൽ നിന്നും പേഷവാറിലേക്ക് 440 യാത്രക്കാരുമായി സഞ്ചരിച്ച ജാഫർ എക്സ്പ്രസ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ വിഘടനവാദികൾ തട്ടിക്കൊണ്ടുപോയി. ഇതിൽ 21 സാധാരണക്കാരും 4 സൈനികരും കൊല്ലപ്പെട്ടു. പ്രവിശ്യയിലെ ധാതു സമ്പത്ത് ഫെഡറൽ സർക്കാർ ചൂഷണം ചെയ്യുകയാണെന്ന് പ്രാദേശിക വംശീയ ബലൂച്ച് ഗ്രൂപ്പുകളും അതോടൊപ്പം തന്നെ പാർട്ടികളും ആരോപിച്ചതിനെ തുടർന്നാണ് ഏകദേശം 2 പതിറ്റാണ്ടുകളായി ബലൂചിസ്ഥാൻ പാകിസ്ഥാനെതിരെ പോരാടുകയാണ്. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ പാകിസ്ഥാൻ സർക്കാരിനെതിരെ ബലൂചിസ്ഥാൻ പോരാടുകയാണ്. കുറച്ച് വർഷങ്ങളായി ബലൂചിസ്ഥാന്റെ ഒരു ശല്യമൊന്നും പാകിസ്ഥാനിൽ ഇല്ലായിരുന്നു. പക്ഷെ അവരുടെ അവകാശങ്ങൾ, അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം തന്നെ പാകിസ്ഥാൻ സർക്കാർ ഒരു തകർക്കുന്ന രീതിയിലേക്ക് വന്നപ്പോഴാണ് ബലൂചിസ്ഥാൻ ശക്തമായ രീതിയിലേക്ക് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ തുടങ്ങിയത്. ഇന്ത്യയിൽ നിന്നും ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ, പാകിസ്ഥാന്റെ അകത്ത് തന്നെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ പാകിസ്ഥാന്റെ തന്നെ സമ്പദ് വ്യവസ്ഥ, അവരുടെ തന്നെ ആഭ്യന്തരം വലിയ രീതിയിലേക്ക് ഒരു തകർന്ന തരിപ്പണമാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഇത് ഷഹബാസ് ഷെരീഫ് എന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കും സർക്കാരിനും വലിയ രീതിയിൽ ഒരു തലവേദന സൃഷ്ടിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം. നമസ്കാരം, ഞാൻ രജിത്ത്, LMRK ഫൗണ്ടർ, മുരുകഭക്തൻ. തുമ്പമൺ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സ്കന്ദമഹാഹോമം നടക്കാൻ പോവുകയാണ്. അതിൽ മെയ് 16 ഞാനും ഒരു അതിഥിയായി എത്തുന്നുണ്ട്. കേരളത്തിലും
മുരുകഭഗവാന്റെ ഒരു എനർജിയുടെ ഒരു ഒഴുക്കിൻ്റെ ഒരു തുടക്കം കുറിക്കലായി തന്നെ ഇതിനെ നമുക്ക് കണക്കാക്കുന്നതാണ്. അത് വളരെ വളരെ ആത്മീയ രംഗത്ത്, ഊർജ്ജ രംഗത്ത്, കേരളത്തിൻ്റെ ഊർജ്ജ രംഗത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതുകൊണ്ട് ആ ദിവസം നിങ്ങളെല്ലാവരും വന്ന് ആ ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനും അതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ മെയ് 16-ാം തീയതി ഞാൻ അവിടെ ഉണ്ടാവും. നമുക്കെല്ലാവർക്കും നേരിട്ട് കാണാം. എല്ലാവർക്കും മുരുകന്റെ അനുഗ്രഹം കിട്ടട്ടെ. ഓം ശരവണ ഭവായ നമഃ.